വട്ടവടയിൽ നിന്ന് ഒരു ജീപ്പ് റെൻറ്റിനെടുത്തിട്ട് വട്ടവട വില്ലേജുകളൊക്കെ കാണാനായിട്ട് ഞങ്ങൾ നല്ല മനോഹരമായിട്ടുള്ള കൃഷിത്തോട്ടങ്ങൾ, പൂന്തോട്ടങ്ങൾ, സ്ട്രോബെറി ഫാമുകൾ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ, വെള്ളച്ചാട്ടം, വ്യൂ പോയിൻറ്റ്, ടൈഗർ കേവ്, ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളെ കണ്ട് അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ്. കൃഷിത്തോട്ടത്തിലേക്ക് പോകുന്ന വഴിക്ക് ഞങ്ങളൊരു വെള്ളച്ചാട്ടം കണ്ടിട്ടോ. ഇവിടുന്ന് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഇവിടെ നല്ല കഞ്ഞി, അതുപോലെ ഓംലെറ്റ്, നൂഡിൽസ്, അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡൊക്കെ കിട്ടും. ഈ തണുപ്പത്ത് നല്ല ചൂട് കഞ്ഞി കുടിക്കുന്ന ഒരു പ്രത്യേക രസമാണ് ഇവിടുന്ന്. അതുപോലെ ഇങ്ങോട്ടുള്ള വെള്ളച്ചാട്ടത്തിലേക്ക് വഴിയൊന്നുമില്ല, ചെറിയൊരു ചാലുണ്ട്. ആ ചാലിൻ്റെ ഒരു തിണ്ട്, ആ തിണ്ടിലൂടെ നടന്നിട്ട് വേണം പോകാൻ. വെള്ളച്ചാട്ടത്തിൽ നല്ല വെള്ളമൊക്കെ ഈ ചാലിലൂടെ ഒഴുകിയിട്ട് കൃഷിത്തോട്ടത്തിലേക്കും മറ്റൊക്കെയാണ് പോകുന്നത്. ഇത് ചെറിയൊരു വെള്ളച്ചാട്ടമാണ്. ഇവിടുത്തെ വെള്ളച്ചാട്ടമൊക്കെ ഇങ്ങനെ തട്ടായിട്ടുള്ള വെള്ളച്ചാട്ടങ്ങളായിരിക്കും. നല്ല തണുത്ത വെള്ളം കേട്ടോ അവിടെ, അടിപൊളി തണുത്ത നല്ല തെളിഞ്ഞ വെള്ളം. മഴക്കാലം അല്ലാത്തതുകൊണ്ട് വലിയ വെള്ളവും കാര്യങ്ങളൊന്നുമില്ല. അപ്പം അത് കണ്ടു കഴിഞ്ഞു പിന്നെ അടുത്തതൊരു കൃഷിത്തോട്ടത്തിലേക്കാണ് കേട്ടോ പോകുന്നത്. ജീപ്പിലൂടെ ഇങ്ങനെ കുറേ ദൂരം പോകുമ്പോഴേ ഓരോ സ്ഥലത്തും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാട്ടോ. നല്ല മനോഹരമായിട്ടുള്ള ഭൂപ്രകൃതിയാണ് ഇവിടെ. ഒരുപാട് കൃഷിത്തോട്ടങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്, ഒരുപാട് പഴത്തോട്ടങ്ങൾ, പൂന്തോട്ടങ്ങൾ, ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഭൂപ്രകൃതിയുടെ നല്ല തണുപ്പൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോകുക എന്ന് പറയുന്നത് വളരെ രസമുള്ളൊരു കാര്യമാണ് കേട്ടോ. നമുക്ക് ഇവരെ വീടുകളൊക്കെ കാണുമ്പോൾ കുറച്ച് പഴയ വീടുകളാണ്, ദാരിദ്ര്യം നിറഞ്ഞ വീടുകളാണെന്നൊക്കെ തോന്നുമെങ്കിലും അവർക്ക് അത്യാവശ്യം കൃഷി സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നല്ല ഫ്രഷ് കൃഷി ആയതുകൊണ്ട് ടൂറിസ്റ്റുകളൊക്കെ ഒരുപാട് ആൾക്കാർ വാങ്ങിപ്പോകുന്നുണ്ട്. മലയുടെ മുകളിൽ നിന്ന് നമ്മൾ പിന്നെ താഴത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എന്താ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു കൊടിയൊക്കെ കാണുന്നുണ്ട്. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതൊരു കൃഷിത്തോട്ടമാണ്. ഇവിടുത്തെ കൃഷി എന്ന് പറയുന്നത് ക്യാരറ്റ്, ഗാർലിക്ക്, വെളുത്തുള്ളിയില്ലേ, വെളുത്തുള്ളി കൂടെ പൂട്ട് എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഒരുപാട് കൃഷികളുണ്ട്. ഉള്ളികൾ, പയറുകൾ, അങ്ങനെ ഒരുപാട് കൃഷികളുണ്ട് ഇവിടെ. ക്യാരറ്റ് നമുക്ക് പറിക്കട്ടെ, കാരണം ഇവിടുത്തെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള ക്യാരറ്റാണ്, അതൊക്കെ നമുക്ക് പറിക്കാം. ഇവിടെ കൃഷിക്കാരുണ്ടാവും. ആ കൃഷിക്കാരോട് അവരെ പെർമിഷൻ മേടിച്ചിട്ട് വേണം നമ്മൾ ഇത് പറിക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ. പിന്നെ നമുക്ക് അവിടുന്ന് സാധനങ്ങളൊക്കെ മേടിക്കണമെങ്കിൽ മേടിക്കാൻ ചെയ്യാം. അതുപോലെ അവരെ വീടൊക്കെ നമുക്ക് കാണട്ടോ. അകത്തേക്കൊക്കെ അവരുടെ സമ്മതത്തോടു കൂടി നമുക്ക് കയറാൻ പറ്റുള്ളൂ. തട്ട നല്ല രസമാട്ടത്തൊക്കെ കാണാൻ. ഒരുപാട് കൃഷികളുണ്ട്, പയറുകളുണ്ട്, അങ്ങനെ ഇഷ്ടംപോലെ കൃഷികളും കാര്യങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ നമുക്ക് ഈ വില്ലേജിലൂടെയൊക്കെ ഇങ്ങനെ ചുറ്റി നടക്കട്ടെ. അതൊക്കെ ഒരു പ്രത്യേക അനുഭവമാണ്. ഞങ്ങളവിടുന്ന് കുറച്ച് ക്യാരറ്റുകളൊക്കെ പറിച്ചിട്ട് അതിലൊന്നും പ്രത്യേകം പൈസയും കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് ഫ്രീ ആയിട്ട് പറിക്കാം. പക്ഷെ വിളവെടുപ്പ് കഴിഞ്ഞതാണെങ്കിൽ അവരോട് സമ്മതം ചോദിച്ചിട്ട് നമുക്ക് പറിക്കാൻ പാടുള്ളൂ, അല്ലാണ്ട് ചുമ്മാ കയറിയൊന്നും പറിക്കാൻ പാടില്ല. ഈ കാണുന്നത് ഇവരുടെ വീട്ടിൽ വേസ്റ്റ് വെള്ളമൊക്കെ അല്ലേ, അതൊക്കെ പുറത്തേക്ക് കളയുന്ന കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചത് കൃഷി സ്ഥലങ്ങളിലേക്ക് വെള്ളം പോകുന്ന ചാലാണെന്ന്, പക്ഷെ ഇത് വേസ്റ്റ് പോകുന്നതാണ്. അങ്ങനെ ഇത്രയും സ്പോട്ടുകളാണ് ഞങ്ങൾ വട്ടവട ജീപ്പ് ട്രക്കിങ്ങിൽ കണ്ടത്. അപ്പോൾ അത് എല്ലാം തീർന്നു. ഇനി മൂന്നാറിലേക്ക് വീണ്ടും തിരിച്ചുമാണ്. ജീപ്പുകാരന് അതിൻ്റെ പൈസയും ഒരു 200 രൂപ എക്സ്ട്രാ ടിപ്പും കൊടുത്തിട്ട് ഞങ്ങൾ ഇനി തിരിച്ചു പോകാം. ഈ ജീപ്പ് ഞങ്ങൾ ബുക്ക് ചെയ്തത് 11 മണിക്കാണ് കേട്ടോ. 11 മണി മുതൽ 3-3.5 മണിക്കൂർ വരെ, അതായത് ഏകദേശം 4 മണിക്കൂറോളം ഞങ്ങൾ വട്ടവട വില്ലേജ് മൊത്തം ഈ ജീപ്പിൽ കണ്ടു കഴിഞ്ഞു. അയാളുടെ കൂലിയും കൊടുത്ത് ഇനി സ്വന്തം വണ്ടിയിൽ മൂന്നാറിലേക്ക് തിരിച്ചുമാണ്. പാമ്പാട് ഷോല നാഷണൽ പാർക്കിലൂടെയാണ് കേട്ടോ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ ഇവിടെ. നല്ല പുൽമേടുകളും ഒരു യൂറോപ്യൻ സ്റ്റൈലാണ് അവിടെ മൊത്തമുള്ളത്. ഒരു യൂറോപ്യൻ രാജ്യത്തെത്തിയ പോലെയാണ്. അതുപോലെ നല്ല സീസൺ ടൈമിലാണെങ്കിൽ ചെറിയ മഞ്ഞുതുള്ളികളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഇവിടെ ഒന്ന് പുറത്ത് നമുക്ക് ഇറങ്ങാൻ പാടില്ല. പുറത്തിറങ്ങിയാൽ നല്ല ഫൈൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ മൃഗങ്ങൾ അറ്റാക്ക് വരും. അതുപോലെ ഞങ്ങളിവിടെ ഒരു സിംഹവാലൻ കുരങ്ങനെ കണ്ടിട്ടോ. ഇത് കണ്ടതാണ് സിംഹവാലൻ കുരങ്ങ്. അതാണ് പറയുന്നത്, ഇവിടെ നമുക്ക് പുറത്തിറങ്ങാൻ പാടില്ല. പുറത്തിറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവരൊക്കെ അറ്റാക്ക് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വൈകിട്ട് മൂന്നാറെത്തി. മൂന്നാറിൽ നിന്ന് സ്റ്റേ ചെയ്ത് നാളെ രാവിലെ ഇരവികുളം നാഷണൽ പാർക്ക് കാണണം. അങ്ങനെ പിറ്റേന്ന് രാവിലെ ഞങ്ങൾ ഇരവികുളം നാഷണൽ പാർക്കിൽ എത്തിയിട്ടുണ്ട്. പുലർച്ചെ എത്തിയാലുള്ള ഏറ്റവും മെയിൻ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ തീരെ തിരക്കുണ്ടാവില്ല. മൂന്നാർ ഏറ്റവും റഷ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഇരവികുളം നാഷണൽ പാർക്ക്. അപ്പം ഞങ്ങൾ രാവിലെ ഒരു 9 മണിക്ക് തന്നെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു തിരക്കില്ല, സുഖമായിട്ട് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടി. അതുപോലെ ബസ്സിൽ സീറ്റും കിട്ടി. ഇനി മൊത്തം ഒന്ന് കണ്ടിട്ട് വരാം. അങ്ങനെ ഇരവികുളം നാഷണൽ പാർക്കിലെ വിർച്വൽ റിയാലിറ്റി എക്സ്പീരിയൻസ് കഴിഞ്ഞ് തിരക്ക് വളരെ കുറവായത് കാരണം ഞങ്ങൾക്ക് പെട്ടെന്ന് സീറ്റും അതുപോലെ ടിക്കറ്റൊക്കെ കിട്ടി. ഞങ്ങൾ ബസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം വളരെ അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. നല്ല തണുപ്പിൽ ഈ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ ഒരു ബസ് ഡ്രൈവിൽ നിന്ന് നമുക്ക് പോയിക്കൊണ്ടിരിക്കാം. അതുപോലെ ഇവിടുത്തെ റോഡുകളൊക്കെ പഴയപടി തന്നെയാണ്, റോഡ് ശരിയാക്കിയിട്ടൊന്നുമില്ല. നാഷണൽ പാർക്ക് ആയത് കാരണം ഇവിടെ കുറേ ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ കിടക്കുന്നത്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ വരയാടുകളാണ്. വരയാടുകൾ എന്ന് പറഞ്ഞാൽ നീലഗിരി താർ, ഒരു പ്രത്യേകതരം ആടുകളാണ്. ഇവർക്ക് ഏത് പാറയുടെ
മുകളിലേക്കും വളരെ ഈസി ആയിട്ട് കയറാൻ പറ്റും. പിന്നെ ഇവിടെ ആകെ കൂടി ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ കുറച്ച് വാച്ച് ടവറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. മുള കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വാച്ച് ടവറുകൾ. പക്ഷേ ഇതിൽ ഒരു ടൈമിൽ 5 പേർക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് ടൈം ഒന്ന് വെയിറ്റ് ചെയ്യണം. 5 പേരാകുമ്പോൾ നമുക്ക് അകത്തേക്ക് കയറാം. എന്നിട്ടൊരു 2-3 ഫോട്ടോ എടുത്തിട്ട് 1 മിനിറ്റ് കൊണ്ട് തിരിച്ചിറങ്ങണം. ഇത് അത്യാവശ്യം നല്ല രസമുള്ള ഒരു വ്യൂ പോയിന്റ് ആയിരുന്നു ഇവിടെ. ഞങ്ങൾ വന്നിട്ട് വരയാടുകളെ കണ്ടില്ലല്ലോ എന്നിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് കുറച്ച് വരയാടുകളെ കാണുന്നത്. ഇവർ ഭയങ്കര ഫ്രണ്ട്ലി ആട്ടോ, നമ്മളെ പേടിയൊന്നുമില്ല. കാരണം ഇവർ സ്ഥിരമായിട്ട് ടൂറിസ്റ്റുകളെ 100 ടൂറിസ്റ്റുകളെ കാണുന്നതാണ്. അപ്പോൾ ഇവർക്ക് ഒരു പേടിയും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇവരെ അടുത്തേക്ക് നമുക്ക് പോകാനോ ഇവരെ തൊടാനോ ഒന്നും പാടില്ല. അത് തൊട്ട് കഴിഞ്ഞാൽ അവിടെ പോലീസുകാരും കാവൽക്കാരൊക്കെ ഉണ്ടാവും. അവരൊക്കെ പിടിച്ച് നമുക്ക് ഫൈൻ വരാൻ ചാൻസ് ഉണ്ട്. എന്താ ഒരു കൂട്ടം വരയാടുകൾ ഇങ്ങനെ വന്നു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏത് കുത്തനെയുള്ള സ്ഥലമാണെങ്കിലും അവർ ഈസി ആയിട്ട് കയറിപ്പോകും. അങ്ങനെയാണ് അതിൻ്റെ കുളപ്പിൻ്റെ ഷേപ്പ് കിടക്കുന്നത്. വളരെ ഭംഗിയാണ് കാണാൻ. വളരെ അപൂർവമായിട്ട് മാത്രമേ ഈ ഒരു വരയാടുകൾ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവരെ വളരെയധികം സംരക്ഷിക്കുന്നുണ്ട് സർക്കാർ. ഇവരെ നമുക്ക് ഒന്നും ചെയ്യാൻ പാടില്ല. എന്തെങ്കിലും ചെയ്താൽ ചിലപ്പോൾ ആജീവനാന്തം നമുക്ക് ജയിലിൽ കിടക്കേണ്ടി വരും. കണ്ടോ ഇവർ ഈ പാറയിൽ കയറി പോകുന്നുണ്ടോ? ഇങ്ങനത്തെ പാറയിലല്ല, നമ്മുടെ മുകളിലെ കാണുന്ന കുത്തനെയുള്ള പാറയില്ല, അതിലൊക്കെ സുഖമായിട്ട് ഇവർ സ്പീഡ് കയറി പോകും. നമ്മുടെ ഒന്നും ഇവർ മൈൻഡ് ചെയ്യുന്നേ ഇല്ല കേട്ടോ. നമ്മൾ മൈൻഡ് ചെയ്യുന്നേ ഇല്ല. അവർ അവരുടേതായിട്ടുള്ള ലോകത്തിലാണ്. പുല്ല് മേഞ്ഞ് കിടക്കുന്നുണ്ട്. അങ്ങനെ നമ്മളൊന്ന് നിന്ന് വിചാരിച്ചാണ്ട് ഇവർ അങ്ങോട്ട് പാസ് ചെയ്യാനൊന്നും മടിയില്ല. കാരണം ഇത് ഇവരുടെ സ്ഥലമാണ്. ദിവസം 100 കണക്കിന് ആൾക്കാർ ഇവർ സ്ഥിരം കാണുന്നതാണ്. അപ്പോൾ നമ്മളിവർ മൈൻഡ് ചെയ്യുന്നേ ഇല്ല. നമ്മൾ ഒരു മൈൻഡും ഇല്ല. അവരവരുടെ ഇഷ്ടത്തിന് അങ്ങനെ ഇതിൽ കൂടെ നടക്കുകയാണ്. അവർക്കൊരു ഡിസ്റ്റർബൻസ് ഒന്നും ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നമ്മളെ. അതുപോലെ ഇത് നീലക്കുറിഞ്ഞി പാർക്കാണ് കേട്ടോ. ഇവിടെയാണ് നീലക്കുറിഞ്ഞിയൊക്കെ ഉണ്ടാകുന്നത്. ഇനി 2030 ഉണ്ടാവുള്ളൂ. അവസാനം ഉണ്ടായത് 2018. അപ്പോൾ ഇവിടെയൊക്കെ പുതിയതായിട്ടുള്ളൊരു ഇരിപ്പിടവും കാര്യങ്ങളൊക്കെ ഫോട്ടോ എടുക്കാനുള്ള സംഭവങ്ങളൊക്കെ പുതിയതായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെ കാണുന്നത് നീലക്കുറിഞ്ഞിയുടെ ചെടികളാണ്. 12 വർഷം കൂടുമ്പോഴാണ് ഇത് പൂക്കുന്നത്. ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒരു ഇരിപ്പിടം നല്ല രസമുണ്ട് കാണാൻ. ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് ഒരുപാട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അതുപോലെ ഈ കാണുന്നതൊക്കെ നീലക്കുറിഞ്ഞിയുടെ ചെടികളാണ്. ഞാൻ ആദ്യമായിട്ടാണ് നീലക്കുറിഞ്ഞിയുടെ ചെടികളൊക്കെ കാണുന്നത്. അപ്പോൾ ഇത് പൂത്തിട്ട് ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ 2030 പൂക്കുകയാണെങ്കിൽ ഒന്ന് വന്നിട്ട് കാണണം. അതുപോലെ ഇവിടെ വരെ നമുക്ക് പ്രവേശനമുള്ളൂ. ഇതിനപ്പുറം ഈ ഗോത്രവർഗ്ഗക്കാരെ എസ്റ്റേറ്റുകൾ, അതുപോലെ എസ്റ്റേറ്റ് തൊഴിലാളികൾ, അവിടുത്തെ വില്ലേജസ് ഒക്കെ ഉണ്ട്. അവർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. ടൂറിസ്റ്റുകൾക്ക് ഇവിടെ മാത്രമേ പ്രവേശനമുള്ളൂ. ഇനി അങ്ങോട്ട് പ്രവേശനമില്ല. അതുപോലെ ഒരുപാട് ഫോട്ടോ എടുക്കാനുള്ള സംഭവങ്ങൾ, ഇരിക്കാനുള്ള സ്ഥലങ്ങൾ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ. അങ്ങനെ ഉച്ചക്ക് മുന്നായിട്ട് ഇരവികുളം നാഷണൽ പാർക്ക് ഞങ്ങൾ കണ്ടു തീർത്തു. ഇനി നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പം ഞങ്ങൾ വന്നത് തൃശ്ശൂർ, അങ്കമാലി, അതുപോലെ കോതമംഗലം റൂട്ട്, ഇങ്ങനെ മൂന്നാർ കയറിയതാണ്. പിന്നെ തിരിച്ചു പോകുമ്പോൾ ഈ വരുന്ന റൂട്ടിൽ തന്നെ വരണ്ട, നമുക്ക് പൊള്ളാച്ചി വഴി പാലക്കാട് അങ്ങനെ പോയാൽ ഒരു പുതിയ സ്ഥലം കൂടി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. മൂന്നാറിൽ നിന്ന് പൊള്ളാച്ചി, പാലക്കാട് ആ റൂട്ട് ഭയങ്കര അഡ്വഞ്ചറായിട്ടുള്ള റൂട്ടാട്ടോ. നല്ല രസമാണ് കാണാൻ. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഒരു കടയിൽ നിന്ന് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതാട്ടോ. നല്ല നാടൻ വീട്ടിലെ ഊണ്, അതുപോലെ മീൻ പൊരിച്ചത്, ഇതൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. ഒരു ഊണിന് 100 രൂപയാണ്. അതുപോലെ കൊഴുവക്ക് 100, മീനിന് 100, അങ്ങനെ എല്ലാത്തിനും 100, 120 ഇതിൻ്റെ റേറ്റ്. അതുപോലെ മറയൂർ ചന്ദനത്തോട്ടങ്ങൾ ഒക്കെ കണ്ടിട്ട് നമുക്ക് ഇതിൽ കൂടെ ഇങ്ങനെ യാത്ര പോകുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അതുപോലെ ഇവിടെ മറയൂർ ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇതൊക്കെ ചന്ദനത്തോട്ടങ്ങളാട്ടോ. ചന്ദനത്തിനൊക്കെ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും മോഷണമൊക്കെ പോവുകയാണെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും നമ്പറും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് മറയൂരിൽ ശർക്കര ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയാണ് കേട്ടോ. ഇപ്പോൾ കരിമീൻ്റെ ലഭ്യത കുറവായിരുന്ന ശർക്കരയൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഫാക്ടറി ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. അതുപോലെ കരിമ്പ് പീഞ്ഞിട്ട് അതിൻ്റെ ചണ്ടി ഇവിടെ വെച്ചിട്ടാണ് അവർ ബോയിൽ ചെയ്യുന്നത്. എന്നിട്ട് ബോയിൽ ചെയ്തിട്ടാണ് അത് ശർക്കരയാക്കി മാറ്റുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞ് ഇനി അടുത്ത സ്പോട്ടിലേക്ക് പോയപ്പോഴാണ് ഈ ഒരു കുരങ്ങന്മാരെ കണ്ടിട്ട് ഒരു കുട്ടി കുരങ്ങനും അതിൻ്റെ തള്ളയൊക്കെ അടുത്തിരിക്കുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ കൊടുത്തു. അതൊക്കെ അവർ വാങ്ങിയിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ പോട്ടെ. അവിടെ അങ്ങനെ ഞങ്ങൾ ചുരമൊക്കെ ഇറങ്ങിയിട്ട് പൊള്ളാച്ചി ആ ഭാഗത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് താഴത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ചൂട് ഫീൽ ചെയ്യും. അതുപോലെ നമ്മൾ കയറിയ ടൈമിലുള്ള പച്ചപ്പും കാര്യങ്ങളൊന്നും ഈ പാലക്കാട് പൊള്ളാച്ചി സൈഡിലുണ്ടാവില്ല. അപ്പോൾ ഞങ്ങളുടെ യാത്ര ഏകദേശം തീരാനായിട്ടുണ്ട്. ഇപ്പോൾ പൊള്ളാച്ചി എത്താനായി. ഇനി പാലക്കാട്, നിലമ്പൂർ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഈ വട്ടവട മൂന്നാർ 3 ദിവസത്തെ യാത്ര.